ഞാനിത് പറയാൻ കാരണം പലരും ഇതിന്റെ അറിവില്ലായ്മ കൊണ്ട് ഈ ട്രേഡർ ലൈസൻസ് അല്ലെങ്കിൽ ഏതോ ഫ്രീ സോൺ ലൈസൻസ് ഞാൻ അങ്ങനെ പ്രൊവൈഡ് കൊടുക്കുന്ന കൺസൾട്ടൻസികളും കേട്ടിട്ടുണ്ട്. മനസ്സിലായി. സത്യത്തിൽ തുറന്നു പറയുകയാണെങ്കിൽ അത് ചെയ്യരുതെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ റെസ്റ്റോറന്റ് അതല്ലെങ്കിൽ കഫത്തീരിയയിലൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് ആ കഫത്തീരിയനകത്ത് മാനുഫാക്ചർ ചെയ്തിട്ട് ആ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യാം. സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഭക്ഷണ സാധനങ്ങൾ എഡിബിൾ ഐറ്റംസുകൾ എന്തുണ്ടെങ്കിലും ഇവിടെ ഫുഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും അതാത് എമിറേറ്റിലെ മുനിസിപ്പാലിറ്റി ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയി നോക്കുന്ന ഒരു സംഭവമാണ്. സത്യം പറഞ്ഞല്ലേ, ചില ഫേസ്ബുക്ക് ട്രോളുകൾ അല്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന ട്രോളുകളിൽ മനുഷ്യന് ഏറ്റവും സങ്കടം പറഞ്ഞ സമയം എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ ചായയിൽ മുക്കി ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഈ നനഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ചായയിൽ പോയാൽ ഭയങ്കര വിഷമമല്ലേ. നമുക്ക് എന്ത് വലിയ ആൾക്കാർക്കും ആ ഒരു വിഷമം ഉണ്ടാവും അല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ ആസ്വദിക്കുന്നൊരു പരിപാടിയാണ് ഈ ഒരു പരിപാടി. ഇത് നമ്മുടെ സബ്ജക്റ്റ് തമ്മിൽ ബന്ധമുണ്ട്, അത് ഞാൻ പറയാം. അതായത് നമ്മൾ ദുബായിൽ നിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെയും ഒരുപാട് സ്ത്രീകൾ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ. അതുകൊണ്ടാണ് ബിസ്ക്കറ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. അവർക്ക് അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, അവർക്കൊരു ബേക്കറി ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കാനൊക്കെ പറ്റുമല്ലോ. അതിനെന്തെങ്കിലും നിയമവശങ്ങളൊക്കെ ദുബായ് എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. കണ്ടമാരെ എൻക്വയറി വരുന്ന ഒരു ഏരിയ ആണത്. പക്ഷെ സത്യസന്ധമായിട്ട് അതിന് മറുപടി പറയുകയാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പുറത്ത് വിൽക്കാൻ ഒരു ലൈസൻസ് ഇല്ല ദുബായിൽ. ഇല്ല. അത് പിന്നെ സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഭക്ഷണ സാധനങ്ങൾ എഡിബിൾ ഐറ്റംസുകൾ എന്തുണ്ടെങ്കിലും ഇവിടെ ഫുഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും അതാത് എമിറേറ്റിലെ മുനിസിപ്പാലിറ്റി ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയി നോക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി കേക്കാവട്ടെ എന്തോ ആവട്ടെ, ഇത് ആര് മോണിറ്റർ ചെയ്യും? ഇതിന്റെ ഇൻസ്പെക്ഷൻസ് ആരാണ്? അതുപോലെ ഇത് കൊണ്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഞാനിത് പറയാൻ കാരണം പലരും ഇതിന്റെ അറിവില്ലായ്മ കൊണ്ട് ഈ ട്രേഡർ ലൈസൻസ് അല്ലെങ്കിൽ ഏതോ ഫ്രീ സോൺ ലൈസൻസ് ഞാൻ അങ്ങനെ പ്രൊവൈഡ് കൊടുക്കുന്ന കൺസൾട്ടൻസികളും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ തുറന്നു പറയുകയാണെങ്കിൽ അത് ചെയ്യരുതെന്ന് ഞാൻ പറയാം. ഇല്ല, അത് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ റെസ്റ്റോറന്റ് അതല്ലെങ്കിൽ കഫത്തീരിയയിലൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് ആ കഫത്തീരിയനകത്ത് മാനുഫാക്ചർ ചെയ്തിട്ട് ആ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്ത് നാളെ ഞാൻ പറയാം അവരൊരു ഫുഡ് അവർ കൊടുത്തു, ഒരു കുഞ്ഞത് കഴിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, അപ്പൊ ആ സിനാരിയിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് ഉണ്ടാക്കിയ ആള് ഇൻസ്പെക്ഷൻ വരും, വീട്ടിലെ ഇത് വരും, നിയമവിരുദ്ധമായ പ്രവർത്തനം, അതുകൊണ്ട് ഒരാൾക്ക് ജീവഹാനി വന്നു. അതിന്റെ കോൺസിക്വൻസസ് ഒന്നും അറിയാണ്ട് ആളുകൾ ഈ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഈ ട്രേഡർ എന്നൊക്കെ പണ്ടെടുത്തിട്ട് ചെയ്യുന്നതിനോട് നമ്മളെതിരാണ്. ഞങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈസൻസ് ഇല്ല, ഇപ്പൊ നിലവിൽ ദുബായിൽ ഇല്ല. അതേസമയം നമുക്ക് ക്ലൗഡ് കിച്ചൺ എന്നൊരു സംഭവമുണ്ട്. അങ്ങനെ ക്ലൗഡ് കിച്ചൺ, അതായത് നമുക്ക് സ്പേസ് വാടകയ്ക്ക് കിട്ടും. ആ ക്ലൗഡ് കിച്ചൺ യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനിലൊക്കെ ട്രേഡ് ചെയ്യാം, അങ്ങനെ റെന്റ് എടുക്കാം. നമ്മളെ കഫറ്റേരിയ ഓപ്ഷനിൽ പോവാതെ ക്ലൗഡ് കിച്ചൺ എടുക്കുന്ന സംവിധാനമുണ്ട്. ക്ലൗഡ് കിച്ചൺ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ അതല്ല പറയുന്നത്, ഈ കിച്ചൺസ് റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ. വലിയ കിച്ചൺ എടുത്ത് അതിൻ്റെ ഓരോ പോർഷനൊക്കെ ആയിട്ട് അത് സെർച്ച് ചെയ്താൽ കിട്ടും ആൾക്കാർക്ക്. അതൊക്കെ എടുക്കാം. പക്ഷെ വീടല്ല അപ്പോഴും നമ്മൾ ആ ഫെസിലിറ്റി യൂസ് ചെയ്യണം. അവിടെ മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ഷനുണ്ട്, അവിടെ കൃത്യമായ മോണിറ്റർ സംവിധാനമുണ്ട്, ഹൈജീനിക് ആണെന്ന് അവർ ഉറപ്പുവരുത്തുന്നുണ്ട്, ഫുഡിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉറപ്പുവരുത്തുന്നുണ്ട്, വെജിറ്റബിൾ വാഷ് ചെയ്യുന്നതിന്റെ ഏരിയ ഉണ്ടാവും. ഇതിന്റെ ഓരോന്നിനും ഓരോ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. റെഫ്രിജറേറ്റർ എങ്ങനെയാണ്, അതാണ് പിന്നെ ടെമ്പറേച്ചർ. അപ്പൊ അത് മാത്രമല്ല, ഈവൻ ഫുഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഇവർക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, ഇന്ന ദിവസങ്ങളിൽ ഇന്നത് വിസിറ്റ് ചെയ്തിരിക്കണം. അത്രയും ടാർഗറ്റ് വരെ വെച്ചുകൊണ്ട് കൃത്യമായി മോണിറ്റർ ചെയ്ത് പോകുന്ന ഒരു മേഖല. അപ്പൊ അവിടെ കയറി നമ്മൾ വീട്ടിലുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കാന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. ഇപ്പം അതേസമയം നമ്മുടെ സമൂസ, ഉന്നക്കായ എന്നൊക്കെ പറയുന്ന ചായക്കടികൾ ഇതൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ട്. പക്ഷെ എന്നോട് ലൈസൻസ് ചോദിച്ചാൽ ഞാൻ നിയമമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് നിയമം ആണ് പറയുമ്പോൾ അങ്ങനെ ഒരു ലൈസൻസ്. ഇനി സപ്പോസ് ഇപ്പൊ അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെന്നാണ് റിയാസ് ഭായിയുടെ ഒരു റീഡിങ്ങിൽ കാണുന്നത് ഒരുപാട് സീൻ. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും ഞാനൊരു കസ്റ്റമർ ഇപ്പോൾ റിയാസിക്കയുടെ വൈഫിൽ നിന്ന് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയണം. റിയാസിക്കയുടെ വൈഫ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഉന്നക്കായോ വാട്ടവർ ബിസ്ക്കറ്റോ വാങ്ങിച്ചു ഉപയോഗിച്ചു എന്ന് വിചാരിക്കും. അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു ഫുഡ് പോയ്സൺ സംഭവിച്ചു. ഓക്കെ,
അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലീഗലി പോകാനുള്ള പ്രൊഫഷൻസ് ഉണ്ട് തീർച്ചയായും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പോയില്ലെങ്കിൽ ചിലപ്പോൾ മുനിസിപ്പാലിറ്റി സ്വമേധയാ കേസെടുക്കും പോലീസും. എനിക്കെതിരെയാണോ വിറ്റ ആൾക്കെതിരെയാണോ? അത് എവിടെ നിന്ന് വന്നു എന്നുള്ള സോഴ്സാണ്. ആരാണ് ഉണ്ടാക്കിയെന്നുള്ളതിലേക്ക് എത്തും. മനസ്സിലായി. ആ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ഓണറോ കഫറ്റേരിയ ആണെങ്കിൽ പോലെയല്ല വീടിൽ ഇരുന്നിട്ട് ലൈസൻസ് ഇല്ലാതെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ. അപ്പോൾ റിയാസ് ബായിയുടെ ഇത്രയും നാളത്തെ ഒരു ബിസിനസ് സെറ്റപ്പ് ഓഫ് എക്സ്പീരിയൻസിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ പോലും യു നെവർ എന്റർടൈൻ അല്ലേ? ഇല്ല, ഞാൻ എന്റർടൈൻ ചെയ്യില്ല. നമ്മളൊരു തെറ്റായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഒരാൾ വീട്ടിലിരുന്ന് കൊടുത്ത് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഞാൻ. പക്ഷെ നിങ്ങൾക്ക് പെയിനുണ്ട്, കാര്യം മലയാളികൾ ഒരുപാട് ക്രിയേറ്റീവ് ആൾക്കാരുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ട്, ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിത് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, ഡിസ്കറേജ് ആയി പോകും ആളുകൾ. അതെ സത്യം പറഞ്ഞല്ലേ പറ്റും. അല്ല, നിയമം അത് അങ്ങനെയാണ്. പക്ഷെ അതിന്റെ ആ നിയമം കൊണ്ടുവരുന്നതിന്റെ പിന്നില് ആളുകൾക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇന്റൻഷൻ അല്ലേ? അതാണ് അവരത് നമ്മുടെ ആരോഗ്യം നോക്കുന്നു. അതാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു ബിസ്ക്കറ്റും ചായയും കുടിച്ചുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റ് ചില ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും നിയമം പാലിക്കപ്പെടുക അല്ലേ? തീർച്ചയായിട്ടും. മുക്കി കഴിച്ചോളൂ, നിങ്ങളുടെ സന്തോഷം നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.